കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. മരണത്തിൽ നിന്ന് നീക്കുപോക്കുകൾ യഹോവയായ ദൈവത്തിൻ്റെ പക്കലിരിക്കുന്നു. ഉത്തരിക്കുന്ന ദൈവത്തെ, നീക്കുപോക്കുകൾ നൽകുന്ന, വിടുവിക്കുന്ന, രക്ഷിക്കുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. കൽവറിയുടെ കൊലക്കളത്തിൽ തകർക്കപ്പെട്ട, കണ്ടാൽ ആളറിയാതെ അവിടുത്തെ വിരൂപമായി വികൃതമായി തലകുലുക്കി പലരും പരിഹസിച്ചു. അനേകരെ രക്ഷിച്ച നിനക്ക് ഇപ്പോൾ രക്ഷപ്പെടാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നേരെ ആക്ഷേപം കണ്ട കൂരമ്പുകൾ ചൊരിഞ്ഞപ്പോഴും അവിടെയും കർത്താവ് മൗനമായിരുന്നു. എന്തിനു വേണ്ടി? നമ്മളെ രക്ഷിക്കാൻ, നമ്മുടെ പാപം പോക്കാൻ, നമ്മുടെ ശാപം മാറ്റാൻ. നിരത്തിലൂടെ വലിച്ചിഴക്കപ്പെട്ടപ്പോൾ ആ തൊലികളെല്ലാം ഇളകി മാറി. പ്രിയരെ, തൊലി ഇളകുമ്പോൾ നമുക്കറിയാം മാംസത്തിലേക്ക് കല്ലുകൾ വന്ന് പതിക്കും. വലിച്ചിഴയ്ക്കുമ്പോൾ അസഹ്യമായ വേദന. ചട്ടാവാറുകൊണ്ട് ആഞ്ഞടിച്ചിട്ട് ഈ കൊളുത്തുകൾ കൊണ്ട് അത് പറിച്ചെടുക്കുമ്പോൾ മാംസങ്ങൾ ഇളകി മാറും. നമുക്കൊരു സർജറി ചെയ്യണമെങ്കിൽ അനസ്തേഷ്യ ചെയ്തിട്ടേ ചെയ്തു. പക്ഷേ പച്ച മാംസം വലിച്ച് കീറും മുറിക്കുമ്പോൾ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന് യേശു അലറിക്കരയുകയാണ്. രണ്ട് കർണത്തും മാറി മാറി അടിച്ചു. തലയിലേക്ക് വലിയ മുള്ളുകൊണ്ടുള്ള കിരീടം ആഞ്ഞടിച്ചു കയറ്റി. രക്തം ധാരധാരയെ ഒഴുകുകയാണ് ശരീരത്തിലൂടെ. ചെറിയ മുള്ളല്ല, വലിയ നീളമുള്ള മുള്ളുകൾ തലയിലൂടെ അടിച്ചു കയറ്റി. ആ ശരീരം തകർക്കപ്പെടുകയാണ്. മൂർച്ചയുള്ള വലിയൊരു കുന്തമെടുത്ത് ഇരുമ്പ് കൊണ്ടുള്ള ആ കുന്തം എൻ്റെ യേശുവിൻ്റെ ഹാർട്ടിലേക്ക് കുത്തി തകർക്കുകയാണ്. വേദന കൊണ്ട് പിടയുന്ന യേശു. രക്തം പുറപ്പെട്ടു. രക്തമെല്ലാം തീർന്നപ്പോൾ അവസാനം വെള്ളം കൂടെ വന്നു. രോമമെല്ലാം അവർ പിഴുതെടുത്തു, മുഖത്ത് തുപ്പി. ബൂട്ട് കൊണ്ട് എൻ്റെ യേശുവിൻ്റെ മുതുക് ചവിട്ടിപ്പൊളിച്ചു. എന്തിനു വേണ്ടി? നമ്മളെ രക്ഷിക്കാൻ, നമ്മുടെ പാപം പോക്കാൻ. ഏറ്റ അടികൾ നമുക്ക് സൗഖ്യം വരേണ്ടതിനാകിയാൽ ഇന്ന് പകൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഒരു മനുഷ്യനും നമുക്ക് വേണ്ടി ജീവൻ കൊടുക്കാനില്ലാതിരുന്നപ്പോൾ ഒരു കുറ്റവും ചെയ്യാത്ത യേശു എല്ലാ കോടതികളും മാറി മാറി വിസ്തരിച്ചിട്ട് പറഞ്ഞു, ഈ മനുഷ്യനിൽ കുറ്റമില്ല. നിരപരാധിയായ കർത്താവ് ക്രൂശിക്കപ്പെട്ടു. പക്ഷെ മൂന്നാം ദിവസം മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ റോമ ഗവൺമെൻറ് മാത്രമല്ല, ലോകം അമ്പരന്നുപോയി. ഉയർത്തെഴുന്നേൽപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ സകല സംവിധാനങ്ങളും അവരൊരുക്കിയപ്പോൾ പ്രവചന ശബ്ദം ഉയർത്തെഴുന്നേൽക്കും പുനരുത്ഥാനത്തിൻ്റെ ശക്തി വന്നപ്പോൾ ലോകത്തിൻ്റെ സകല ശക്തികളെയും സ്വാധീനങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റു. 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു. ഇനിയും തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ പ്രത്യക്ഷതയ്ക്കായി
പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകാൻ പോകുന്നു. വിശ്വസിച്ച് വിശുദ്ധിയോടെ ജീവിക്കാൻ, വചനപ്രകാരം ജീവിപ്പാൻ, കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാൻ ഇന്നും ആര് തയ്യാറുണ്ടോ അവർക്ക് സ്വർഗരാജ്യത്തിലേക്ക് എത്താൻ കഴിയും. കർത്താവിൻ്റെ വരവിനായി നമുക്കൊരൊരുക്കം ആവശ്യമുണ്ട്. വളരെ സുപരിതമായൊരു സങ്കീർത്തനം, 20-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരം അരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. നമുക്കറിയാം, അവിടെ പറയുന്നു യഹോവ ഉത്തരമരുളുമാറാകട്ടെ എന്നല്ല എഴുതിയിരിക്കുന്നത്, കഷ്ടകാലത്ത് ഉത്തരമരുളുമാറാകട്ടെ. 1-2 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കഷ്ടകാലത്ത് എങ്ങു നിന്നും മനുഷ്യന്മാർ ഉത്തരം കിട്ടത്തില്ല. അതുവരെ നല്ല കാലത്ത് സഹകരിച്ച പലരും വിട്ടുപോകും, അകലം വിട്ട് സഞ്ചരിക്കും. കഷ്ടകാലത്ത് മാറി നിൽക്കും, ബന്ധങ്ങൾ അസ്തമിപ്പിക്കും. പലരോടും സംസാരിച്ചാൽ തിരിച്ചൊരു ഉത്തരം കിട്ടില്ല. യോസഫിൻ്റെ കൂടെ ആരുണ്ടായിരുന്നു കഷ്ടകാലത്ത്? താൻ വേദന അനുഭവിച്ചപ്പോൾ താൻ ഒറ്റയ്ക്കല്ലേ അനുഭവിച്ചത്? പക്ഷേ ഉത്തരം അരുളുന്ന ഒരു ദൈവമുണ്ട്. അതാണ് നമ്മുടെ പോയിൻ്റ്. കഷ്ടകാലത്ത് മനുഷ്യൻ മാറുമ്പോൾ, പല വായിൽ നിന്നും മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ, പലരും കണ്ടിട്ടും കാണാതെ പോയപ്പോൾ, യോസഫേ നിനക്കുത്തരമരുളുന്ന ദൈവം പൊട്ടക്കുഴിയിലും ഉണ്ടായിരുന്നു, കാരാഗ്രഹത്തിലും ഉണ്ടായിരുന്നു. കാരണം നീ കണ്ട ദർശനം പ്രാവർത്തികമാക്കാൻ നിനക്കൊരു ഉത്തരം ദൈവം റൈറ്റ് ടൈമിൽ തരും. അത് സഹോദരന്മാർക്ക് അമ്പരപ്പായി തീർന്നു. ഉൽപ്പത്തി 49, 48 അധ്യായങ്ങളൊക്കെ വായിക്കണം. സഹോദരന്മാർ മുമ്പിൽ വന്ന് നിരന്നു നിൽക്കുകയാണ്. യോസഫിന് പറയാൻ പറ്റും, നിങ്ങൾ വിഷമിക്കേണ്ട, കാരണം എൻ്റെ കഷ്ടകാലത്ത് എനിക്ക് ഉത്തരമറിയൊരു ദൈവമുണ്ട്. നിങ്ങൾ മറന്നപ്പോഴും, നിങ്ങൾ മാറ്റിയപ്പോഴും, നിങ്ങൾ തള്ളിക്കളഞ്ഞപ്പോഴും എന്നെ തള്ളിക്കളയാത്ത, എനിക്ക് ഉത്തരം നൽകിയ ഒരു കർത്താവുണ്ട്. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അനുഭവങ്ങൾ പലർക്കും പറയാൻ കഴിയില്ലേ? സാഹചര്യങ്ങളെതിരായപ്പോൾ പല ബന്ധങ്ങളും മാറ്റപ്പെട്ടില്ലേ? ഇന്നും കർത്താവിൻ്റെ ശക്തി നമ്മുടെ മേൽ പകർന്ന് ഉത്തരം നൽകുന്ന ദൈവം. അതാ പറഞ്ഞേ, കഷ്ടകാലത്ത് ഉത്തരം നൽകുന്ന ദൈവം. മിസ്രൈമ്യ ശക്തികളുടെ പീഡനങ്ങൾ, ആക്രമണങ്ങൾ ഇസ്രയേൽ മക്കളുടെ മേൽ ദീർഘവർഷങ്ങൾ നീണ്ടു നിന്നപ്പോൾ അവർ തകരാൻ തുടങ്ങി, വേദനിക്കാൻ തുടങ്ങി, സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി. ഹൃദയത്തിൽ നിന്ന് തിര തള്ളി വരുന്നത് പോലെ ദുഃഖം അണപൊട്ടി ഒഴുകി. ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുപോലെ ജനം വേദനിക്കപ്പെട്ടും വിഷാദിക്കപ്പെട്ടും ഇരുന്നപ്പോൾ നോക്കൂ, അവിടെ ആൻസർ പറയാൻ ആരുമില്ല. പരസ്പരം ഇവർക്ക് ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം എന്നാണിത് തീരുന്നതെന്ന് ഇവർക്ക് അറിയത്തുമില്ല മനുഷ്യമായി. പക്ഷേ ഒരു പ്രവചന ഭാഗമുണ്ട്. 400 സംവത്സരം കഴിയുമ്പോൾ എൻ്റെ ജനത്തെ ഞാൻ പുറത്തു കൊണ്ടുവരും. നോക്കൂ, റൈറ്റ് ടൈമായപ്പോൾ കഷ്ടകാലത്ത് ദൈവം ഉത്തരം അറിയില്ലേ? ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു. നോക്കണേ, കഷ്ടകാലത്ത് ഉത്തരമരുളുന്ന ഒരു ദൈവം. ഇന്ന് പകൽ വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുക. പലയിടത്തുനിന്നും ഉത്തരം കിട്ടാത്തപ്പോൾ സ്തോത്രം ചെയ്തോണം. പലരും മറക്കുമ്പോൾ സ്തോത്രം ചെയ്തോണം.
മാറ്റി നിർത്തുമ്പോൾ സ്തോത്രം ചെയ്തോണം. സ്വർഗത്തിൽ നിന്ന് ഒരു ഉത്തരം കിട്ടാൻ പോകുക, സ്വർഗത്തിൽ നിന്ന് ഒരു ഓർഡർ വരാൻ പോകുക. എൻ്റെ ജനത്തിന് ഞാൻ ചില റിസൾട്ട് നൽകാൻ പോകുക. അത് തള്ളിക്കളഞ്ഞവർ കാണും, കഷ്ടകാലത്ത് നിന്ദിച്ചവരത് കാണും, ആക്ഷേപിച്ചവരത് കാണും. ദൈവം നിങ്ങൾക്ക് നൽകുന്ന വിടുതലുകൾ. സ്തോത്രം, 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 സ്തോത്രം. ഈ പകൽ ദൈവാത്മാവിന് പറയാനുള്ളത്, ഒരു വലിയ ഉത്തരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. അനുഭവിക്കുന്ന വേദന ആരും കണ്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങളിനി ഭാരപ്പെടരുത്. ഒരുവൻ കണ്ടിട്ടുണ്ട്, ഒരുവൻ കണ്ടിട്ടുണ്ട്. ഒരു ഉത്തരമുണ്ട്. വിശ്വസിക്കുക, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നോക്കൂ, സക്കറിയാവ് എലിസബത്ത് ദമ്പതികൾ ആക്ഷേപിക്കപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു. അതായത് എലിസബത്ത് പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിരുന്ന നിന്ന നീക്കി. ഒത്തിരി നിന്ദിക്കപ്പെട്ടു. ഇവർ പ്രാർത്ഥിക്കുന്നവരാണ്, ഇവർ ദൈവത്തിന് വിശ്വസ്തരാണ്, അതാ വചനം എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇവർ വാഗ്ദത്തം പുറത്തു വരാത്തപ്പോൾ നിന്നയുടെ വാക്കുകൾ ഇവരെ വല്ലാതെ വേദനിപ്പിച്ചു. പക്ഷേ സക്കറിയാവേ, ഒരു ഉത്തരം. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിൻ്റെ കഷ്ടങ്ങൾക്ക് ഉത്തരമായി, നിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ നിന്ന് സ്തോത്രം ചെയ്താട്ട. പലരും നിന്ദിച്ചെങ്കിലും ഓർത്തോണം, വരുന്ന റിസൾട്ട് ഏറ്റവും ശ്രേഷ്ഠമാണ്. അത് ലോകം കാണും, കൂട്ടുകാരും കുടുംബക്കാരും ചർച്ചക്കാരും കാണും. ശത്രുവിൻ്റെ മുൻപാകെ മേശയൊരുക്കും ദൈവം. നിന്ദിച്ചവരുടെ കാണണ്ടേ ദൈവം നൽകിയ റിസൾട്ടുകൾ. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം കണ്ടോ, നിന്നെ ഉയർത്തുമാറ. യാക്കോബിൻ്റെ ദൈവം, കഷ്ടതയിലൂടെ പോയൊരു വ്യക്തിത്വമായ യാക്കോബ്. ഒരു വടിയോടുകൂടെയാണ് താൻ യോർദാൻ കടന്നത്. ലബാൻ്റെ വീട്ടിൽ താൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ ചെറുതല്ല. നമുക്ക് അവിടേക്ക് പോകുന്നതിന് മുമ്പ് തുറസായ സ്ഥലത്ത് കടന്നു. അപ്പനില്ല, അമ്മയില്ല, നല്ല ഫില്ലോ തനിക്ക് വെക്കാനില്ല. ഒരു കല്ലെടുത്ത് താൻ ഫില്ലോയാക്കി വെച്ചു, നമുക്കറിയാം. പക്ഷേ സർവശക്തൻ്റെ ഇടപെടൽ ആ രാത്രിയിലുണ്ടാകിയ. അതുകൊണ്ട് യാക്കോബ് പറയുന്നത്, കഷ്ടകാലത്ത് എന്നോട് കൂടെ ഇരുന്ന ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തും. ആ ദൈവത്തിൻ്റെ നാമം നമ്മളെ ഉയർത്തുന്ന നാമമാണ്. പ്രിയരെ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ഇന്ന് പകൽ കഷ്ടകാലത്ത് ഉത്തരമള്ളുന്ന ഒരു ദൈവം, ഉയർത്തുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ സന്ദേശം ഏറ്റെടുക്കട്ടെ. ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തുന്ന പ്രത്യേക അഭിഷേകത്തിനായി സ്തോത്രം. തകർന്നു പോകാൻ ദൈവം അനുവദിക്കില്ല. ദൈവം ഒരു ഉത്തരം നൽകും. വിശ്വസിക്കും, നിൻ്റെ തലമുറയ്ക്ക് ദൈവം ഒരു ഉത്തരം നൽകും. നിൻ്റെ ആത്മീയ ജീവിതത്തിന് ദൈവം ഒരു ഉത്തരം നൽകാൻ പോകുകയാണ്. നിൻ്റെ കുടുംബത്തിലേക്ക് ദൈവം ഒരു ഉത്തരം അയച്ചിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ മിനിസ്ട്രി നീ ചോദിക്കുന്ന വിഷയത്തിന്മേൽ സഹോദരങ്ങളെ ഒരു ഉത്തരം ഇന്ന് പകൽ വെളിപ്പെടുകയാണ്. നിൻ്റെ ഔദ്യോഗിക മേഖലയിൽ ഒരു ഉത്തരം വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ പ്രാർത്ഥനയിൽ നീ വെച്ച സബ്ജക്റ്റിനൊരു ഉത്തരം ദൈവം അരുളുകയാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യും. പിതാവേ, നിങ്ങളുടെ വചനത്തിൻ്റെ ശക്തി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങൾക്ക് ഉത്തരമരുളുന്ന ദൈവം, ഞങ്ങളെ ഉയർത്തുന്ന ദൈവം, ഞങ്ങളെ നിവർത്തുന്ന ദൈവം, ഞങ്ങളെ ശക്തീകരിക്കുന്ന ദൈവം, ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവം, മേശയൊരുക്കുന്ന ദൈവം, ആദരിക്കുന്ന ദൈവം ഇന്ന് പകലും ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കാൻ സ്തോത്രം. സകല ചോദ്യങ്ങൾക്ക് ഉത്തരം അവിടെ നൽകിയിരിക്കാനും സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ധൈര്യത്തോടെ പറ, ഞങ്ങൾക്കൊരു ഉത്തരവുണ്ട്, അത് ലഭിച്ചിരിക്കുന്നു. ഞങ്ങളത് കാണും, ഞങ്ങളത് അനുഭവിക്കും. സകല ചോദ്യങ്ങളുടെ ഉത്തരം എൻ്റെ കർത്താവ് ഉയർത്തി നൽകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യൂ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസ്ബിജുമൻ.